നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ബീഹാറിൽ തുടങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്ര സാധാരണ രാഷ്ട്രീയ പരിപാടിയല്ല. ഈ യാത്രയെ തടയാൻ സർക്കാർ തന്നെ ഗൂഢാലോചന നടത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹെലികോപ്റ്റർ ഇറങ്ങാൻ പോലും അനുമതി കൊടുക്കാത്ത ഒരവസ്ഥ. ജില്ലാ ഭരണകൂടം, പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരും ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ യാത്ര BJPയെ ഇത്ര ഭയപ്പെടുത്തുന്നത്? ഈ 17 ദിവസത്തെ യാത്ര ബീഹാറിൽ കളി മാറ്റുമോ? ഇന്ന് ഇതിന്റെ മുഴുവൻ സത്യവും നമ്മൾ ഈ വീഡിയോയിൽ തുറന്നു കാട്ടുകയാണ്. സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നേതാവ് യാത്ര തുടങ്ങുന്നത് അത്ര വലിയ വാർത്തയൊന്നുമല്ല. പക്ഷെ ഇന്ന് 2025 ആഗസ്റ്റ് 17 ബീഹാറിൽ ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര സാധാരണ യാത്രയേ അല്ല. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണവുമല്ല, മറിച്ച് ഭരണകൂടത്തെയും BJPയെയും അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു മഹായജ്ഞമാണ് ഇന്ന് തുടങ്ങുന്ന വോട്ടർ അധികാർ യാത്ര. ഇന്നിപ്പോൾ ബീഹാർ സർക്കാരിനും ജില്ലാതല ഭരണകൂടത്തിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം പല ശക്തികളും ചേർന്ന് ഈ യാത്രയെ തടയാൻ ശ്രമിക്കുന്നു. പട്നയിൽ നിന്നും ഡൽഹി വരെ ചില കേന്ദ്രങ്ങൾക്കുമുണ്ട് ഈ ഒരു വലിയ ഭയം. കാരണം രാഹുലിന്റെ യാത്ര വിജയകരമാകരുത്. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിലെ DM, കമ്മീഷണർ, DIG, SP, ക്യാപ്റ്റൻ ഇവരെയെല്ലാം അവർ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. അതായത് യാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് രാഹുലിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള അനുമതി ഇപ്പോൾ നിഷേധിച്ചു. അതുപോലെ തന്നെ യാത്രാ പ്രദേശത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ പോലുമുള്ള ക്ലിയറൻസ് ഇപ്പോൾ നൽകുന്നില്ല. പിന്നെയും പോരാഞ്ഞിട്ട് യോഗങ്ങൾക്കുള്ള പെർമിറ്റ് പോലും വൈകിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇത് മനസ്സിലാക്കി RJD നേതാവും MP-യുമായ സുധാകർ സിംഗ് ഇതിനെ തുറന്നു പറയുന്നു. ജില്ലാ ഭരണകൂടം ഓരോ ഘട്ടത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. സർക്കാർ തന്നെ തങ്ങളുടെ യാത്രയെ ഭയപ്പെടുന്നു. സുധാകർ സിംഗ് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ്: അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ രാഹുലും തേജസ്വിയും ജനങ്ങളിലേക്ക് എത്തിയിരിക്കും. അത് ബലപ്രയോഗത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ. ഇത് സർക്കാർ വലിയ തോതിലാണ് ഭയപ്പെടുന്നത്. ഇത് ഒരു സാധാരണ റാലിയോ മീറ്റിംഗോ അല്ല. ഇത് നേരിട്ട് വോട്ടർമാരുടെ അവകാശങ്ങൾ ചോദിക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇപ്പോൾ നിന്ന് വിറയ്ക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമാണിത്. യാത്ര ആരംഭിക്കുന്നത് ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, അതായത് അവധി ദിവസം. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഞായറാഴ്ച ഒരു വലിയ പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. സാധാരണ യാത്രകളെ സ്വാഗതം ചെയ്യുന്ന കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്തിനാണ് അവർക്ക് ഇത്ര ഭയം? ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതായത് ഇന്ന് ഞായറാഴ്ച പൊതു അവധി ദിവസമാണ്. ഇന്നാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്നും തന്റെ വോട്ട് അധികാർ യാത്ര ആരംഭിക്കുന്നത്. അതേ അവധി ദിവസം ഈ ഞായറാഴ്ച തന്നെ ഇലക്ഷൻ കമ്മീഷൻ രാഹുലിന്റെ യാത്രയുടെ ശ്രദ്ധ തിരിക്കാൻ വലിയ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധി ഒരുപാട് ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഈ 9 ദിവസമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും വന്നില്ല. എന്നാൽ ഇന്ന് ആ മറുപടി നൽകുമെന്ന രീതിയിൽ അവർ പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ ശ്രദ്ധ മൊത്തം രാഹുലിന്റെ യാത്രയേക്കാൾ കൂടുതൽ പത്രസമ്മേളനത്തിലേക്ക് തിരിയും എന്നൊരു വ്യാമോഹമാണ് അവരെ അതിന് നയിക്കുന്നത് എന്നത് ഉറപ്പ്. പ്രധാനമായ ചോദ്യം ഇതാണ്: രാഹുലിന്റെ യാത്ര BJP എന്തിനാണ് ഇത്രത്തോളം ഭയപ്പെടുന്നത്? കാരണമുണ്ട്. സുഹൃത്തുക്കളെ, ഒന്ന് ഓർത്തു നോക്കൂ. 2024 ഉത്തർപ്രദേശിൽ അഖിലേഷും രാഹുലും ചേർന്ന് BJPയെ 70 സീറ്റിൽ നിന്ന് 33 സീറ്റിലേക്ക് തകർത്തെറിഞ്ഞു കളഞ്ഞു. അതുപോലെ ബീഹാറിലും രാഹുലും തേജസ്വിയുമായി ചേർന്ന് BJPയുടെ സ്വപ്നങ്ങൾ തകർത്ത് കളയും എന്ന് BJP ശരിക്ക് ഭയപ്പെടുന്നുണ്ട്. രാഹുലും തേജസ്വിയുമായുള്ള ഈ കളി BJPയെ ബീഹാറിൽ നിന്ന് ചിലപ്പോൾ തുടച്ചു നീക്കുമെന്ന് പോലും അവർ ഭയപ്പെടുന്നു. ഈ 17 ദിവസത്തെ യാത്ര തുടങ്ങുന്നത് ബീഹാറിലെ സസാറാമിൽ നിന്നാണ്. പിന്നീട് കതിഹാർ, പൂർണിമ, സുപോൾ, ഫർഗബ, സീതാമണി, ബേട്ടിയ എന്നിങ്ങനെ പോകുന്നു. അവസാനിക്കുന്നത് സെപ്റ്റംബർ 1 പട്നയിലെ ഗാന്ധി മൈതാനത്തുള്ള മെഗാ റാലിയിലുമാണ്.
ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, നഗരങ്ങളിൽ നിന്നും തലസ്ഥാനത്തേക്ക്, ജനങ്ങളുടെ വീടുകളിൽ നിന്നും നേരിട്ട് അവരുടെ വീടുകളിലേക്ക്. ഇതാണ് യാത്ര എത്തുന്ന സ്ഥലങ്ങൾ. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് നോക്കുന്നത് സമൂഹത്തിലെ 3 വിഭാഗം ആളുകളിലേക്കാണ്. ഒന്നാമത്തേത് ദളിത് സമൂഹമാണ്, രണ്ടാമത്തേത് OBC-കളും MBC-കളും, മൂന്നാമത്തേതാകട്ടെ തൊഴിലില്ലായ്മ കൊണ്ട് സർക്കാരിനോട് ശരിക്കും വിദ്വേഷമുള്ള ബീഹാറിലെ യുവജനങ്ങളുമാണ്. ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ടർ തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന വിഭാഗങ്ങളാണിവ. മോദിയും നിതീഷും ആശങ്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ യാത്ര കേവലം വോട്ടർമാരോട് സംസാരിക്കലല്ല, ഇത് ഇന്ത്യ അലയൻസ് ഘടനയെ ബൂത്ത് ലെവൽ വരെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയാണ്. RJD, കോൺഗ്രസ്, ഇടതുപക്ഷം 3 പാർട്ടികളുടെയും പ്രവർത്തകരെ ഒരേ ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ശ്രമം, ഒന്നിച്ച് പോരാടാൻ ഇറങ്ങുന്ന ഒരു മഹാസഖ്യം. ബീഹാറിലെ ജനങ്ങളിൽ നേരിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ കുടിയേറ്റവും തൊഴിലില്ലായ്മയും പിന്നോക്ക വിഭാഗങ്ങളുടെ അവഗണനയുമാണ്. ഇവയെല്ലാം ഭരണകൂടം മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇവയെല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും എന്ന് നിശ്ചയം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ BJP-യും NDA-യും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെല്ലാം നിന്ന് വിയർക്കുന്നത്. സുഹൃത്തുക്കളെ, 2025 ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്രപരമായ വഴിത്തിരിവാകും എന്ന നിശ്ചയമാണ്. ഈ യാത്ര വിജയിച്ചാൽ മോദി ഷാ കൂട്ടുകെട്ടിന്റെ കണക്കുകൂട്ടുകൾ തകർന്നു പോകും. NDA-ക്കുള്ളിലെ പൊളിഞ്ഞു നിൽക്കുന്ന കൂട്ടുകെട്ടുകൾ തുറന്നു കാട്ടപ്പെടും. ഇന്ത്യ അലയൻസിന്റെ ശക്തി ദേശവ്യാപകമായി തെളിയും. അപ്പോഴാണ് BJP ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ 17 ദിവസത്തെ യാത്ര ബീഹാറിൽ കളി മാറ്റുമോ? സർക്കാരും ഭരണകൂടവും യാത്ര തടയാൻ ശ്രമിച്ചാലും ജനങ്ങളിലേക്ക് എത്തുന്ന ഈ പ്രസ്ഥാനം തടയാനാവുമോ? നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, BJP-ക്കും മോദിക്കും ഒരുപാട് പിടിപാടുകളുണ്ട്. ഈ പ്രാവശ്യം ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിനെ തുടച്ചു മാറ്റി ബീഹാർ മൊത്തം BJP-യുടെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന വലിയ സ്വപ്നം കണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ മോദിയും അമിത്ഷായും അനുയായികളും ഏതറ്റം വരെ പോകും എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവനും അറിയാം. അവരുടെ പക്ഷത്ത് ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന സർക്കാരും അതുപോലെ ജനങ്ങളെ ഭയപ്പെടുത്തി തൻ്റെ വരുതിയിലെത്തിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ചാണക്യ തന്ത്രജ്ഞൻ എന്ന് അവർ വിളിക്കുന്ന അമിത്ഷായും അവരുടെ പക്ഷത്തുണ്ട്. പക്ഷേ ബീഹാർ ജനം ഉണർന്നിരിക്കുകയാണ്. അവർക്ക് സത്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ഈ 17 ദിവസത്തെ രാഹുലിന്റെ യാത്ര കഴിയുമ്പോൾ ബീഹാറിലെ ജനങ്ങൾ കൂടുതൽ സത്യങ്ങൾ മനസ്സിലാക്കും എന്നുറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധിയുടെ ഈ 17 ദിവസത്തെ യാത്ര ഒരു സാധാരണ യാത്രയല്ല. ഇത് ബീഹാറിൽ ജനങ്ങളുടെ ഹൃദയത്തോടുള്ള നേരിട്ടുള്ള സംഭാഷണമാണ്. സർക്കാരും ഭരണകൂടവും എത്ര തടയാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ ശബ്ദം തടയാൻ ആരെ കൊണ്ടും കഴിയില്ല എന്നുറപ്പ്. ഈ യാത്ര വിജയിച്ചാൽ നവംബർ തെരഞ്ഞെടുപ്പിൽ മോദി ഷാ കൂട്ടുകെട്ടിന്റെ കണക്കുകൾ മുഴുവനും പൊളിയും എന്നുറപ്പ്. ബീഹാറിൽ നിന്ന് ഉയരുന്ന തരംഗം മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ അനുകൂലമായി മാറും എന്നതാണ് സത്യം. അതുകൊണ്ട് നാം ഇന്ന് പറയുന്നത് ഇനി ജനങ്ങളുടെ യാത്രയാണ്. അതാരെ കൊണ്ടും തടയാൻ സാധിക്കില്ല എന്ന് നിശ്ചയം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾ അയച്ചു കൊടുത്തേ മതിയാവും. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഓരോ കമന്റുകളും ഞങ്ങൾ ചർച്ച ചെയ്യും, വിശകലനം ചെയ്യും. എല്ലാ കമന്റുകൾക്കും ഞങ്ങൾ മറുപടി നൽകും എന്നും ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനി വേറൊരു വിഷയമായി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.